നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ്. നമ്മുടെ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റിൽ മൂന്നാമത് വരുന്നത് ഫോർ ലൂപ്പ്. ഓക്കെ, ഫോർ സ്റ്റേറ്റ്മെന്റ്, ഫോർ പ്രസ്താവന എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അപ്പൊ ഇതിന്റെ സിന്റാക്സ് നോക്കിക്കേ. നമുക്ക് ആദ്യം ഒരു ഫോർ നമ്മൾ കീവേഡ് എഴുതി. ഈ ഒരു ഫോറിൽ തന്നെ നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? ഇനിഷ്യലൈസേഷൻ കൊടുക്കുന്നുണ്ട്, കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്, അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ സെമിക്കോളൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിന് താഴെ സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മുടെ ബോഡി ഓഫ് ലൂപ്പ് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഫോർ വരുന്നത് അല്ലെ. അപ്പോൾ ഇറ്റ് ഹാസ് 3 പാർട്സ് അല്ലെ. നമുക്ക് ഫോറിന് 3 പാർട്സ് ഉണ്ട്. ഇനിഷ്യലൈസേഷൻ ഉണ്ട്, കണ്ടീഷൻ ചെക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അപ്ഡേഷനും വരുന്നുണ്ട്. ഓക്കെ, ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ വർക്ക് ഓൺലി ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. ഇത് എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു എൻട്രി കൺട്രോൾഡ് ലൂപ്പായിട്ട് പറഞ്ഞത്? വൈൽ ലൂപ്പും ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഡു വൈൽ മാത്രമാണ് നമ്മൾ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് പ്രോഗ്രാം നോക്കാം. സെയിം പ്രോഗ്രാം തന്നെ, അതായത് നമുക്ക് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണുന്ന സെയിം പ്രോഗ്രാം തന്നെ നമുക്കിനി ഫോർ ലൂപ്പ് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സം എന്താന്നുള്ളത് ഇനിഷ്യലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്റ് സം ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ലൂപ്പ് വേരിയബിൾ കൊടുക്കാഞ്ഞ്? നമ്മൾ 4 എഴുതുമ്പോഴേക്കും അതിന്റെ ലൂപ്പ് വേരിയബിൾ, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഒക്കെ നമ്മൾ ആ ഒരു 4ന്റെ ഉള്ളിൽ തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ സമ്മ് നമ്മൾ 0 എന്ന് കൊടുത്തിട്ട് നമുക്ക് ഫോർ ലൂപ്പ് ചെയ്യാം. ഫോർ ലൂപ്പിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഇനിഷ്യലൈസേഷൻ ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഇന്റ് ഐ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു സെമിക്കോളൻ ഇടാം. അതിനുശേഷം എന്താണ്? ഇനി നമുക്ക് കണ്ടീഷൻ കൊടുക്കണം. കണ്ടീഷൻ എന്തായിരുന്നു? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അതും അതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാം. അഗെയിൻ ഒരു സെമിക്കോളൻ ഇടുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് കൊടുക്കണം അല്ലേ. അപ്പൊ ഐനെ ഇൻക്രിമെന്റ് ചെയ്യണം. അതും ഇതിൽ തന്നെ കൊടുക്കാം. ആ ഒരൊറ്റ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ ഫോർ ലൂപ്പിന്റെ 3 പാർട്ടും നമ്മൾ അതിൽ കൊടുത്തു. അതായത് ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ, അപ്ഡേഷൻ, അത് 3 നമ്മൾ കൊടുത്തു. ദെൻ അതിന് താഴെ നമ്മൾ ബോഡി ഓഫ് ലൂപ്പിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. എന്താണ് സ്റ്റേറ്റ്മെന്റ്? സം എന്ന് പറയുന്നത് സം പ്ലസ് ഐ ആണെന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫോർ ലൂപ്പ് കഴിഞ്ഞു. ലൂപ്പിന് പുറത്ത് വന്നിട്ട് നമുക്ക് സം പ്രിന്റ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, സിമ്പിൾ ആണല്ലേ. കുറച്ചുള്ളൂ, ഒരു 2 ലൈനിൽ നമുക്ക് ഫോർ ലൂപ്പിൽ നമ്മൾ അത് എൻഡ് ചെയ്തു. അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ വൈലും ഡു വൈലും ചെയ്ത് വെച്ച് നോക്കുമ്പോൾ 4 ആയിരിക്കും ഇത്രയും കൂടെ എളുപ്പമായിട്ട് കിട്ടുക അല്ലെ. എന്താ ആൻസർ നമുക്ക് 55 എന്ന് കിട്ടിയിട്ടുണ്ട്. സെയിം തന്നെ അല്ലെ. അപ്പൊ ഒരു വ്യത്യാസമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ലൂപ്പിലോ ഡു വൈലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വൈൽ ലൂപ്പിലോ ഏത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇത്രയും കൂടി ഈസി. അതുപോലെ നമ്മൾ പ്രോഗ്രാം എപ്പോഴും എഴുതുമ്പോഴും മാക്സിമം ലൈൻ ഓഫ് കോഡ് കുറച്ച് മാക്സിമം സ്പീഡിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന രീതിയിലുള്ള കോഡാണ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു 3 എണ്ണം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത്? ഫോർ ലൂപ്പ് ആയിരിക്കും അല്ലെ. ഫോർ ലൂപ്പ് ജസ്റ്റ് ആ ഒരു 2 ലൈനിൽ നമ്മൾ അത് എൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ ഡു വൈൽ ചെയ്യേണ്ടി വരും, ചിലത് നമുക്ക് വൈൽ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ 3 എണ്ണം വെച്ചിട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ആ ഒരു 3 രീതിയിലും ചെയ്യാനായിട്ട് ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? വൈൽ, ഡു വൈൽ, ഫോർ ലൂപ്പ് അല്ലെ. അപ്പൊ അതിന്റെ ജസ്റ്റ് ഓവറോൾ ഒരു കാര്യങ്ങളാണ് കുറച്ച് നമുക്ക് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ. ഇതില് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡു വൈൽ എന്ന് പറയുന്നതാണ് ഒരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഓക്കെ, ഇനി ഫോർ ലൂപ്പില് ഇനിഷ്യലൈസേഷൻ എലോങ് വിത്ത് ലൂപ്പ് ഡെഫിനിഷൻ. നമ്മൾ ലൂപ്പിന്റെ ഡെഫിനിഷൻ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെയാണ് എന്ത് കൊടുക്കുന്നത്? ഇനിഷ്യലൈസേഷനും കൊടുക്കുന്നത്. ഓക്കെ, വൈലിലാണെങ്കിൽ എപ്പോഴാണ്? വൈലിന്റെ ലൂപ്പ് ഡെഫിനിഷന് മുന്നേ ആണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നത്. ഡു വൈൽ എന്ന് പറയുമ്പോഴും നമുക്ക് സെയിം തന്നെ, നമ്മൾ ലൂപ്പ് ഡെഫിനിഷന് മുന്നേ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇനിഷ്യലൈസേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് ദ ലൂപ്പ് അറ്റ്ലീസ്റ്റ് വൺസ്. അതായത് ഫോർ ലൂപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ആ ഒരു ലൂപ്പ് വർക്ക് ചെയ്യും എന്നുള്ളതിനൊരു ഗ്യാരണ്ടി ഇല്ല. അതായത് ഫോൾസ് ആണെങ്കിൽ അത് ആ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല. വൈൽ ലൂപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എന്നാൽ ഡു വൈലിന്റെ കേസ് വരുമ്പോഴേക്ക് അത് ഫോൾസ് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ 3 തമ്മിലുള്ള ഡിഫറൻസസ് എന്താന്നുള്ളത് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു ടേബിളോട് കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഒക്കെ തീർന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്
എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫോർ വൈൽ ഡു വൈൽ, മൂന്നെണ്ണം ഉണ്ടല്ലേ. അപ്പൊ ഇതില് ഡു വൈൽ ആണ് നമ്മുടെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അപ്പൊ ഇത് രണ്ടും എന്താ? ഫോറും വൈൽ എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ് അല്ലെ? ക്ലിയർ? ഇനി ഇൻ വൈൽ ലൂപ്പ് ദ ലൂപ്പ് വേരിയബിൾ ഷുഡ് ബി അപ്ഡേറ്റഡ്. ഓക്കെ, വൈൽ ലൂപ്പില് ലൂപ്പ് വേരിയബിൾ നമ്മൾ എവിടെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. along with while statement, after the while statement, before the while statement and inside the body of while. എവിടെയാണ് നമ്മൾ? inside the body of while. body of whileന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലൂപ്പ് വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. predict the output. നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട്. ഈ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് 4 ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഇതിന്റെ കറക്റ്റ് ഔട്ട്പുട്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ വരിക? ഫോർ ലൂപ്പ് ആണല്ലേ. i ഈക്വൽ ടു 1 എന്ന് ആദ്യമേ ഇനിഷ്യലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ i ഈക്വൽ ടു 1 ആണ്. ഓക്കെ, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ചെക്ക് ചെയ്യാം. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ആണല്ലേ, കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ എന്താ? i പ്ലസ് പ്ലസ്, അതായത് i നെ ഇൻക്രിമെന്റ് ചെയ്യാം. അപ്പോൾ i എന്തായി? 2i. ഓക്കെ, again ചെക്ക് ചെയ്യാം. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ആണല്ലേ, കറക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? i നെ ഇൻക്രിമെന്റ് ചെയ്യാം. അപ്പോൾ i എന്താകും? 3 ആകും. അപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അതെ. അഗെയിൻ i എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ചെയ്ത് 4 ആയി. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്, കറക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ പോയി 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 ഇത് എവിടം വരെ എത്തി? നമുക്ക് 9 എത്തിയിട്ട് നോക്കാം. i 9 ആയി എന്ന് വിചാരിക്കാം. ഓക്കെ, 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? 9 ഇൻക്രിമെന്റ് ചെയ്ത് നമ്മൾ 10 ആക്കി. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അതെ, 10 എന്ന് പറയുന്നത് ഈക്വൽ ടു 10 ആണല്ലേ. അപ്പോൾ അതും അക്സെപ്റ്റബിൾ ആണ്. ഇനി എന്ത് ചെയ്യുക? ഇൻക്രിമെന്റ് ചെയ്യുക. 11 ആക്കുക. 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അല്ലല്ലേ. 11 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ല. അപ്പോൾ അത് അവിടെ വെച്ച് നിൽക്കും. അതായത് അത് ഇനി അപ്ഡേഷൻ നടക്കില്ല. ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സി ഔട്ട് i പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. i ഇപ്പം എത്രയാ? 11 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ബി ആണ്. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം ഇങ്ങനെ വേണം ചെയ്തു നോക്കാൻ. നമുക്ക് കോഡ് കിട്ടുമ്പോൾ ചിലപ്പോൾ ഫോർ ലൂപ്പോ എന്ത് വേണമെങ്കിലും ആകാം കോഡ്. ഓക്കെ, അപ്പോൾ ആ കോഡ് നിങ്ങൾ എഴുതി ചെയ്ത് നോക്കാം. എല്ലാ കോഡും നമ്മൾ പ്രോഗ്രാം ചെയ്ത് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുകയല്ല. ഇതുപോലെ മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? എങ്ങനെയാണ് വരയ്ക്കുന്നത്? ആദ്യം ഒരു ഫ്ലോ ലൈൻ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ് നമുക്ക് ആദ്യം വരുന്നത് അല്ലേ. ഇഫ് എൽസിൽ നമുക്ക് ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കണം. ഓക്കെ, അതായത് ഇഫ് എന്ന് എഴുതിയിട്ട് നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലേ എഴുതുന്നത്. അതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. അതെന്തിലാണ് കൊടുക്കേണ്ടത്? റോംബസിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ അതെങ്ങോട്ട് പോകും? ബോഡി ഓഫ് ഇഫിലേക്ക് പോകും അല്ലേ. അതായത് ഇഫിന്റെ ബോഡിയിലേക്കാണ് ട്രൂ ആണെങ്കിൽ പോകുന്നത്. അപ്പൊ ബോഡി ഓഫ് ഇഫിലേക്ക് നമ്മൾ പോകും ട്രൂ ആണെങ്കിൽ. ഇനി ഇത് ഫോൾസ് ആണെങ്കിലോ? ഈ ഒരു എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ബോഡി ഓഫ് എൽസിലേക്ക് പോകും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫോൾസ് ആണെങ്കിൽ ഇത് നേരെ പോകുന്നത് ബോഡി ഓഫ് എൽസിലേക്കാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇപ്പൊ ഇഫ് ട്രൂ ആണെങ്കിൽ ഇഫിലേക്ക് പോയി അതവിടെ ഫിനിഷ് ചെയ്യും. അപ്പൊ നമുക്ക് താഴേക്ക് ഫ്ലോ ലൈൻ കൊടുക്കുക. ബാക്കി എന്താണോ സ്റ്റേറ്റ്മെന്റ് അത് വർക്ക് ചെയ്യും. ഇനി ഫോൾസ് ആണെങ്കിൽ ബോഡി ഓഫ് എൽസിലേക്ക് പോയിട്ട് അതും എന്ത് ചെയ്യും? അതും എൻഡ് ചെയ്യും ഇതിലേക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഇഫ് എൽസിന്റെ ഫ്ലോ ചാർട്ട് വരുന്നത്. അപ്പൊ ഇതുപോലെ വേറെ ഏതിൻ്റെങ്കിലും ചോദിക്കാം. ഇപ്പൊ ഫോർ ലൂപ്പിന്റെയോ അങ്ങനെ ഏതിന്റെ വേണമെങ്കിലും നമുക്ക് ഫ്ലോ ചാർട്ട് ചോദിക്കാം. അപ്പൊ അത് പഠിച്ചു വെക്കാം. കാണാപ്പാടം പഠിച്ചു വെക്കണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് സിൻടാക്സ് അറിയാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫ്ലോ ചാർട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി റൈറ്റ് എ വൈൽ ലൂപ്പ് ദാറ്റ് ഡിസ്പ്ലേ നമ്പേഴ്സ് ഫ്രം 500 to 550. എന്താണ്? ഒരു വൈൽ ലൂപ്പ് എഴുതണം. എന്താണ് വൈൽ ലൂപ്പിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? 500 മുതൽ 550 വരെയുള്ള നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, എന്താണ്? 500 മുതൽ 550 വരെയുള്ള നമ്പർ. എങ്ങനെയാണ് അപ്പോൾ അത് വരുന്നത്? 500, 501 ഇങ്ങനെ 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 എത്ര വരെ പോകണം?
550 വരെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനൊരു പ്രോഗ്രാം എഴുതാം. അപ്പോൾ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോഴേക്കും ഹാഷ് ഇൻക്ലൂഡ് IOStream മ്യൂസിക് നെയിം സ്പേസ് STD എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ളായിട്ട് എഴുതാം. ഓക്കെ, മിസ് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ആ ഒരു വൈൽ ലൂപ്പ് മാത്രം എഴുതി കാണിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് വൈൽ ലൂപ്പിൽ നമുക്ക് എഴുതണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ഇനിഷ്യലൈസേഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇൻറ്റ് I ഈക്വൽ ടു എത്രയാണ് കൊടുക്കുക ഇവിടെ ലൂപ്പ് വേരിയബിൾ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 500 എന്നല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഐയുടെ വാല്യൂ 500 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വൈൽ എഴുതാം. വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താ കൊടുക്കേണ്ടത്, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാ കൊടുക്കേണ്ടേ, നമുക്ക് എവിടം വരെ പ്രിന്റ് ചെയ്യണ്ടേ, 550 വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 550 എന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ബോഡി ഓഫ് വൈൽ എഴുതാണ്. നമ്മൾ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്താണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്, I ആണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലേ. അതായത് 500 മുതൽ 550 വരെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് I പ്രിന്റ് ചെയ്യണമെങ്കിൽ Cout I എന്ന് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, I നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യണം അല്ലേ. അപ്പം അതിന് I ഈക്വൽ ടു I+1 എങ്ങനെ വേണമെങ്കിലും എഴുതാം. I ഈക്വൽ ടു I+1 എന്ന് എഴുതാം, അല്ലെങ്കിൽ I++ എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം I പ്ലസ് ഈക്വൽ ടു 1 ഇങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻക്രിമെന്റ് ചെയ്തു, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 500 മുതൽ 550 വരെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതേണ്ട കോഡ് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട്. ഇത് എന്തിലാ തന്നിരിക്കുന്നത്, ഇഫ് എൽസ് ഇഫ് അല്ലേ, എൽസ് ഇഫ് ലാഡറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റിലേക്ക് ഈ കോഡിനെ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇഫ് ഡേ ഈക്വൽ ടു 1 Cout സൺഡേ. ഓക്കെ, ഡേ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ സൺഡേ എന്ന് പ്രിന്റ് ചെയ്യുക, 2 ആണെങ്കിൽ മൺഡേ എന്ന് പ്രിന്റ് ചെയ്യുക, 7 ആണെങ്കിൽ സാറ്റർഡേ എന്ന് പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഡിഫോൾട്ട് വെനസ്ഡേ, അല്ലെങ്കിൽ എൽസിൽ കൊടുത്തിരിക്കുന്നത് വെനസ്ഡേ എന്നാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇഫ് എൽസ് ഇഫിൽ ഈ ഒരു കോഡ് തന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഇതിനെ നമുക്ക് സ്വിച്ചിലേക്ക് മാറ്റി എഴുതി നോക്കിയാലോ. ആദ്യം തന്നെ എന്താ കൊടുക്കേണ്ടത്, സ്വിച്ച് എന്ന് കൊടുക്കുക. സ്വിച്ചിൽ നമുക്ക് എന്താ എഴുതേണ്ടത്, ഡേ ആണ് എഴുതേണ്ടത്. സ്വിച്ചിന്റെ ഉള്ളിൽ നമുക്ക് ഡേ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് 4 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേ 1 എന്ന് പറഞ്ഞിട്ട് ഏതാ കൊടുത്തിരുന്നത്, സൺഡേ എന്നാണ് കൊടുത്തിരുന്നത്. അപ്പൊ നമുക്കത് ഫസ്റ്റ് കേസ് ആയിട്ട് കൊടുക്കാം. കേസ് 1 എന്ന് പറയുന്നത് എന്തായിട്ട് കൊടുക്കാം, സൺഡേ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, Cout സൺഡേ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഓരോ കേസ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ബ്രേക്ക് കൊടുക്കണം അല്ലേ. അപ്പൊ നമുക്ക് നേരെ തന്നെ എഴുതി പോവാം. താഴെ എഴുതണമെങ്കിൽ താഴെ എഴുതാം, ഇല്ല നേരെ എഴുതണമെങ്കിൽ നേരെ എഴുതി പോവാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസായി. ഇനി അടുത്തത് എന്തായിരുന്നു, ഡേ 2 എന്നവർ പറഞ്ഞിരുന്നത് മൺഡേ ആണ് അല്ലേ. അപ്പൊ നമുക്കത് കേസ് 2 ആയിട്ട് കൊടുക്കാം. അപ്പൊ കേസ് 2 എന്ന് പറയുന്നത് മൺഡേ. അപ്പോ Cout മൺഡേ. ഓക്കെ, അഗൈൻ ബ്രേക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് എന്താ അവർ കൊടുത്തിരുന്നത്, അടുത്തത് ഡേ 7 എന്ന് പറഞ്ഞാൽ കൊടുത്തിരുന്നത് അല്ലെ. ഡേ 7 എന്ന് പറഞ്ഞിട്ട് സാറ്റർഡേ എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, കേസ് 7 എന്ന് തന്നെ കൊടുക്കുക, ഒരിക്കലും 3 എന്ന് കൊടുക്കരുത്. ഓക്കെ, നമുക്ക് മറ്റേ കോഡിൽ എന്താണോ തന്നിരുന്നത് അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പൊ കേസ് 7 എന്ന് പറഞ്ഞിട്ട് സാറ്റർഡേ കൊടുക്കണം. Cout സാറ്റർഡേ, ബ്രേക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു, പിന്നെ അവർ കൊടുത്തിരുന്നത് വെനസ്ഡേ എന്നാണ്, അതായത് എൽസിൽ വെനസ്ഡേ എന്നാണ് കൊടുത്തിരുന്നത്. അപ്പൊ എൽസിൽ വെനസ്ഡേ എന്ന് കൊടുക്കുമ്പോഴേക്കും സ്വിച്ചിൽ നമ്മളത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഡിഫോൾട്ട് ആയിട്ടാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് കൊടുക്കാം, ഈ ഒരു വെനസ്ഡേ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. Cout വെനസ്ഡേ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്വിച്ചിലേക്ക് മാറ്റി എഴുതുന്ന ഫോർമാറ്റ്. സെയിം ആ ഒരു ഇഫ് ഡേ ഈക്വൽ 1 എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു, സ്വിച്ച് ഡേ എന്ന് കൊടുത്തു. കേസ് 1 ആണെങ്കിൽ സൺഡേ എന്ന് പ്രിന്റ് ചെയ്യും, 2 ആണെങ്കിൽ മൺഡേ എന്ന് പ്രിന്റ് ചെയ്യും, 7 ആണെങ്കിൽ സാറ്റർഡേ. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും, ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റിലെ വെനസ്ഡേ പ്രിന്റ് ചെയ്യും. അപ്പൊ ഇതുപോലെ കോഡ് എന്നാൽ മാറ്റി എഴുതാൻ പറ്റുമല്ലോ. 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ, അതിലെ സബ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ വരുന്നത്
ലിസ്റ്റ് ദ 4 components of a loop statement. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മിസ് പറഞ്ഞിരുന്നത് അല്ലേ. ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റിന്റെ 4 കമ്പോണൻസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു 4 കമ്പോണൻസ്? ഫസ്റ്റ് വരുന്നത് ഇനിഷ്യലൈസേഷൻ. ഇനിഷ്യലൈസേഷൻ ഓഫ് എന്താണ്? ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ ഇനിഷ്യലൈസേഷൻ ആണ്. അപ്പോൾ ഇനിഷ്യലൈസേഷൻ എഴുതി. അതിനുശേഷം എന്താണ്? ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ് രണ്ടാമത്തത്. അതിനുശേഷം എന്താ? ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബോഡി ഓഫ് ലൂപ്പ് എഴുതാം. ഓക്കെ, അപ്പോൾ ബോഡി ഓഫ് ലൂപ്പ്. ദെൻ ഫൈനലി നാലാമത്തത് എന്താണ്? അപ്ഡേഷൻ. അപ്ഡേഷൻ എന്തിൻ്റെയാണ്? ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ അപ്ഡേഷൻ ആണ് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. അപ്പൊ ഈ 4 എണ്ണമാണ് എന്ത്? നമ്മുടെ ലൂപ്പിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ തന്നെ സെക്കൻഡ് വൺ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് നമ്പേഴ്സ് അപ് ടു 100 ബൈ യൂസിങ് എനി ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതായത് 100 വരെയുള്ള നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് ലൂപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൂപ്പ് യൂസ് ചെയ്തിട്ട് 100 വരെയുള്ള നമ്പർ എങ്ങനെയാണ് അതിന്റെ 100 വരെയുള്ള നമ്പറിന്റെ സമ്മ് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കോഡ് എഴുതി നോക്കാം. ആദ്യം തന്നെ ഹാഷ് ഇൻക്ലൂഡ് IOStream എഴുതുക. അതിന് താഴെ എന്ത് കൊടുക്കുക? യൂസിങ് നെയിം സ്പേസ് std എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അവിടെ തൊട്ട് മിസ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മൾ ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇൻറ്റ് മെയിൻ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇനിഷ്യലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇൻറ്റ് I = 1 എന്ന് കൊടുക്കാം. 100 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ? 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ സം അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സം = 0 എന്ന് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ലൂപ്പ് പഠിച്ച സമയത്ത് പ്രിന്റ് ചെയ്യാൻ പഠിച്ചത് ഏത് പ്രോഗ്രാം ആയിരുന്നു? 10 വരെയുള്ള നമ്പർ പ്രിന്റ് ചെയ്യാൻ, സം 10 വരെയുള്ള, അതായത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സം പ്രിന്റ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചതല്ലേ. സെയിം തന്നെ 100 വരെയെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കോഡിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ചെയ്തതുപോലെ തന്നെ. അപ്പൊ ആദ്യം ഇത് എഴുതിയതിനു ശേഷം ഞാനിപ്പോൾ 4 ലൂപ്പ് വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ 3 ലൂപ്പ് വെച്ചിട്ടും ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പൊ ഇൻ കേസ് നിങ്ങളോട് 4 ലൂപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡു വൈൽ വെച്ചിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? 3 എണ്ണം വെച്ചിട്ട് നിങ്ങൾ എഴുതി നോക്കുക. പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ എന്താണോ അതനുസരിച്ച് എഴുതാം. ഓക്കെ, അപ്പൊ 4 ലൂപ്പിന്റെ അകത്ത് ഞാൻ ഒന്നുകൂടെ ഇനിഷ്യലൈസേഷൻ കൊടുക്കുകയാണ്. ഇൻറ്റ് I = 1, I <= 100 എന്ന് കൊടുത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ? I++. ഓക്കെ, അത്രയും കൊടുത്തു. ദെൻ ഇവിടെ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? സം ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. സം = സം പ്ലസ് I. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പ്രിന്റ് ചെയ്യാം അല്ലേ. Cout the sum of, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The sum of numbers up to 100 അല്ലേ. The sum of numbers up to 100 is എത്രയാണെന്ന് എങ്ങനെ പ്രിന്റ് ചെയ്യണം? ഇവിടെ സം എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. നിങ്ങൾ റിട്ടേൺ 0 എഴുതാം. മെയിൻ ഫംഗ്ഷൻ ഇവിടെ അല്ല, റിട്ടേൺ 0 എഴുതിയിട്ട് മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. റിട്ടേൺ 0 കൊടുക്കുക, മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കോഡ് വരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച കോഡാണ്. നമ്മൾ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഡു വൈലും ഒക്കെ എഴുതിയപ്പോൾ നമ്മൾ ഏത് കോഡാണ് നമ്മൾ ചെയ്ത് പഠിച്ചത്? 1 മുതൽ 10 വരെ ഉള്ള നമ്പേഴ്സിന്റെ സമ്മ പ്രിന്റ് ചെയ്യാനായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരുന്നത് 100 വരെയുള്ളത് പ്രിന്റ് ചെയ്യാം. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, 10ന്റെ സ്ഥാനത്ത് 100 ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ പ്രോഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ളൊരു കോഡാണ് അല്ലേ. നമ്മൾ നേരത്തെ ഇതിന്റെ ഔട്ട്പുട്ട് പ്രിഡിക്റ്റ് ചെയ്തതാണ്. ഫോർ I = 1, I <= 10 ++i. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡിനെ വൈൽ ലൂപ്പിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഫോർ ലൂപ്പിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ എന്ത് ചെയ്യാം? റീറൈറ്റ് എബവ് കോഡ് യൂസിങ് വൈൽ ലൂപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ വൈൽ ലൂപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ഇനിഷ്യലൈസേഷൻ ആണ്. ഇൻറ്റ് I = 1 എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ വൈൽ എഴുതി. വൈലിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണ്? ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇവിടത്തെ ഇനിഷ്യലൈസേഷൻ നമ്മൾ എഴുതി. ഇനി എന്താ എഴുതേണ്ടത്? കണ്ടീഷനാണ്. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പം കണ്ടീഷൻ എഴുതാം. I <= 10 എന്ന് എഴുതി.
ഓക്കെ. ദെൻ ബോഡി ഓഫ് ലൂപ്പ്, ഉള്ളിൽ എന്താ കൊടുക്കേണ്ടത്? ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. സ്റ്റേറ്റ്മെന്റ് എന്താ? സി ഔട്ട് ഐ ആണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സി ഔട്ട് ഐ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ കൊടുക്കേണ്ടത്? അപ്ഡേഷൻ ആണ് അല്ലെ. അപ്ഡേഷൻ എന്താ? പ്ലസ് പ്ലസ് ഐ ആണ് അപ്ഡേഷൻ. അപ്പൊ നമുക്ക് പ്ലസ് പ്ലസ് ഐ ഇവിടെ എഴുതാം. പ്ലസ് പ്ലസ് ഐ, എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കോഡാണ്. അപ്പൊ ഇതിലിപ്പോ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്. ചിലപ്പോൾ എക്സാമിന് വരുമ്പോഴേക്കും ഇച്ചിരി കൂടി ടഫായിട്ട് ചോദിക്കാം, ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് തന്നെ ചോദിക്കാം. ഓക്കെ, നമുക്ക് തിയറിയിൽ അധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോഡ് എഴുതാൻ ചോദിക്കാറില്ല. കോഡ് കൂടുതലും നിങ്ങൾക്ക് തിയറി പാർട്ട് വരുമ്പോൾ മെയിനായിട്ടും ഇതുപോലെ മാറ്റി എഴുതാനായിട്ടോ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കൂടുതലും പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ലാബ് എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഫൈനൽ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട്. എന്താ നോക്കിക്കേ? ഇൻറ്റ് എക്സ് സം. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളും സം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളും കൊടുത്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു 1, വൈൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. സം എന്ന് പറയുന്നത് സം പ്ലസ് എക്സ് ആവണം, എക്സ് പ്ലസ് പ്ലസ് എന്ന് കൊടുക്കണം, സി ഔട്ട് സം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കോഡ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇൻ ദ എബവ് കോഡ്. ഓക്കെ, ഇതിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഏതാണ്? ഇവിടെ ഏതാ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ? നിങ്ങൾക്ക് ഏതായിട്ടാ തോന്നുന്നേ? ഇത് നമുക്കിവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ട് വരുന്നത് ഇവിടെ എക്സ് ഇനിഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇനിഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. ദാ ടെസ്റ്റ് എക്സ്പ്രഷനിൽ നമ്മൾ എക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്താ എന്താണ് ഇവിടുത്തെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്? എക്സ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താ? എക്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ 4 എലമെന്റ്. ഏതൊക്കെയാ? ഇനിഷ്യലൈസേഷൻ എന്താണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താണ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ബോഡി ഓഫ് ലൂപ്പ് എന്താണ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ലൂപ്പ് എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ലൂപ്പ് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. ഈ കോഡിൽ നിന്ന് ഇത് ഏതാന്നുള്ളത് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലൈസേഷൻ പറയുമ്പോൾ ഇതിൽ ഏതൊക്കെ ഇനിഷ്യലൈസേഷൻ വരുന്നത്? എക്സ് ഈക്വൽ ടു 1ഉം ഈ സം ഈക്വൽ ടു 0 എന്താ നമുക്ക് ഇനിഷ്യലൈസേഷൻ ആയിട്ട് പറയാം. ലൂപ്പിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലൂപ്പിന്റെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഈക്വൽ ടു 1 മാത്രം മതി. ഓക്കെ, അപ്പൊ ലൂപ്പിന്റെ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴേക്കും എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലേ. ഓക്കെ, അപ്പൊ ടെസ്റ്റ് എക്സ്പ്രഷൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ളതാണ്. ഇനി അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സ് പ്ലസ് പ്ലസ്. എക്സ് പ്ലസ് പ്ലസ് എന്ന് പറയുന്നതാണ് നമ്മുടെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ബോഡി ഓഫ് ദ ലൂപ്പ് എന്താ? ബോഡി ഓഫ് ദ ലൂപ്പ് സം ഈക്വൽ ടു സം പ്ലസ് എക്സ്, അതാണ് നമ്മുടെ ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്പോൾ സം ഈക്വൽ ടു സം പ്ലസ് എക്സ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കോഡ് തന്നിട്ട് നമ്മളോട് ഇത് ഓരോന്ന് ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതാൻ ചോദിക്കാം. ഓക്കെ അല്ല? അപ്പൊ നോക്കിയെടുത്ത് എഴുതാൻ എളുപ്പമല്ലേ? നേരെ എഴുതിയെടുത്താൽ മതി. ഇനി റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദി എബവ് കോഡ്. ഓക്കെ, അപ്പൊ ഈ കോഡിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റ് എക്സ് ഈക്വൽ ടു 1 ആണ്, സം 0 ആണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, സം ഈക്വൽ ടു സം പ്ലസ് എക്സ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്? 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിന്റെ സം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ചെയ്ത് നോക്കിയാലോ. അപ്പൊ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ 1 ഉണ്ട്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? നമുക്ക് എക്സ് ഇവിടെ എഴുതാം, സം ഇവിടെ എഴുതാം. ഓക്കെ, എക്സ് 1 എന്ന് കൊടുത്തു, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണ്. അപ്പൊ എന്ത് ചെയ്യാ? സം ഈക്വൽ ടു സം പ്ലസ് എക്സ്. സം 0 ആയിരുന്നു, അപ്പൊ അതെന്തായി? സം പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 1 ആയി. എന്നിട്ട് എന്ത് ചെയ്യാ? എക്സിന് ഇൻക്രിമെന്റ് ചെയ്യാം. 2y. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? സം ഈക്വൽ ടു സം പ്ലസ് എക്സ്, അതായത് 1 + 2 3 എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ? ഇൻക്രിമെന്റ് ചെയ്യാം. ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? 3 ആയിട്ട് മാറി. 3യും എന്താണ്? ലെസ് ദാൻ 5 ആണ്. അപ്പൊ എന്ത് ചെയ്യാ? 3 + 3 6 എന്ന് കിട്ടി. അഗെയിൻ ഇൻക്രിമെന്റ് ചെയ്തു, 4 ആയി, അതും ചെറുതാണ്. 6 + 4 10 ആയി. അഗെയിൻ ഇൻക്രിമെന്റ് ചെയ്തു, 5. 10 + 5 15 എന്ന് കിട്ടി. ഇത് ഇൻക്രിമെന്റ് ചെയ്തു, 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അല്ല. അപ്പൊ അവിടെ വെച്ച് നിന്നു. അപ്പൊ എന്ത് ചെയ്യാ? സി ഔട്ട് സം. സം ഇപ്പൊ എത്രയാ? 15. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 15. കിട്ടിയല്ലോ. സിമ്പിൾ പ്രോഗ്രാം അല്ലേ? ഓക്കെ ആണല്ലോ? അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ. അപ്പൊ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയും നേരം ഞാൻ
ക്ലാസ് എടുത്തത് മുഴുവൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് എന്താണെന്നാണ് പറഞ്ഞത്? ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു അല്ലേ? നമ്മൾ ഫുള്ള് പ്രോഗ്രാമിംഗ് ആണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്ത് പഠിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലാബ് എക്സാമിൽ നിങ്ങൾക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് തിയറി വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഉണ്ടാവുള്ളൂ. എഡിറ്റ് ചെയ്യാൻ, ഡീബഗ് ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആയിരിക്കും. പക്ഷെ ലാബ് എക്സാമിന് നമുക്ക് പ്രോഗ്രാം ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ നമുക്ക് പ്രോഗ്രാംസ് മാത്രം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വേറൊരു സെഷനിൽ പറഞ്ഞു തരാം. കുറച്ച് പ്രോഗ്രാംസ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് വേറൊരു സെഷനിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രോഗ്രാംസ് ഒക്കെ പറഞ്ഞത് ചെയ്ത് നോക്കുക. കൂടുതൽ പ്രോഗ്രാംസ് നിങ്ങൾ എക്സാം പോയിന്റ് റെഫർ ചെയ്യുക. അതിൽ ഒത്തിരി പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാംസ് ഒക്കെ ഓരോന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ല എന്നുള്ളവർക്ക് ഒരു ഓപ്ഷൻ, ഒരു ചോയ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു എളുപ്പവഴി എന്താണ്? ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് കോഡ് C++ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ കിട്ടും. നമുക്ക് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിൽ തന്നെ. ഓക്കെ, അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ കോഡ് ചെയ്ത് നോക്കുക. അതല്ല ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് ഓൺലൈൻ കമ്പൈലർ അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ C++ൻ്റെ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് വന്നാലും ചെയ്ത് പഠിച്ച് നോക്കുക. ക്ലിയർ ആണല്ലോ? സോ see you in the next video. Bye.